ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ വന്ന സമയത്ത് ബിഗ് ബോസിനകത്ത് മണിക്കൂട്ടൻ ചേട്ടൻ ഒരു ആപ്പിൾ ഒരു ഗെയിമിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം മണിക്കൂട്ടൻ ചേട്ടൻ എന്നെ ഒരു പെങ്ങളെ പോലെ എന്നെ കണ്ടേക്കുന്നത്. മണിക്കൂട്ടൻ ചേട്ടൻ ഒരു ആപ്പിൾ എടുത്തിട്ട് നമ്മൾ ആ സ്ക്രിപ്റ്റിനകത്ത് ചെയ്യുന്നതാണ്. കടിച്ചിട്ട് നമ്മളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമഡിയിൽ ഒരു സാധനം ആപ്പിൾ എന്നെ കൊണ്ട് തരുന്നു, ഞാനിത് കടിക്കുന്നു. ഇത് ഫിറോസിന് അവിടെ കണ്ടിട്ട് എന്തോ ട്രിഗർ ചെയ്തോ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഫിറോസ് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ദേഷിച്ച് നോക്കുന്നു. എൻ്റെ അടുത്ത് നീ എന്തിനാ അത് കടിച്ചതെടുത്ത് തിന്നുന്നത്, നീ എന്തിനാ അവനെ നിനക്ക് വേണോ? ഈ പുള്ളിക്കാരന് മറ്റൊരു ഇൻസിഡൻറ്റ്, അവിടെ ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പുള്ളിക്കാരന് പിന്നെ എന്നെ ഒരു ഡൗട്ടാണ്. അങ്ങനെ അവിടെ ഭയങ്കര അടിയായി. അവൻ ലാസ്റ്റ് എന്നെ ഇതാക്കിയപ്പം ലാസ്റ്റ് ഇത് പയ്യെ പുള്ളിക്കാരന് അപ്പോഴായിരിക്കും തോന്നിയത് ഇത്രയും ക്യാമറ ഉണ്ടെന്നുള്ളത്. അപ്പം പെട്ടെന്ന് പുള്ളി അത് നിങ്ങൾ തമ്മിൽ പ്രശ്നമായോ അവിടെ? തമ്മിൽ തന്നെ എന്നെ, അതായത് എന്നെ ഇട്ട് ടോർച്ച്. ഞാൻ ഒരിക്കലും ഈ സംഭവം ഒന്നും എഡിറ്റഡ് അല്ല അല്ലേ? അതെ, അവിടെ 24 hours ആ സമയത്തില്ല. 24 hours ഉണ്ടായിരുന്നെങ്കിൽ ഫിറോസ് ഖാൻ എല്ലാം കൂടെ വലിച്ചു കയറിയാണ്. കാരണം 24 hours ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവൻ എൻ്റെ അടുത്ത് ആദ്യം കാണിക്കുന്ന സാധനങ്ങളൊന്നും വന്നേനെ. കാരണം ഇതെന്ന് പറയുമ്പം നമ്മൾ പ്രാങ്ക് ആണെന്ന് ആക്കി എടുത്തു ഫിറോസ് എൻ്റെ അടുത്ത്. അതായത് പിന്നെ ഉടനെ പറഞ്ഞു ഫിറോസിന് ആദ്യത്തെ രീതിയിൽ ഒരിക്കലും പ്രാങ്ക് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഫിറോസ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പ്രാങ്കാ നമുക്ക് നിന്നെ ഫേസിൽ നമ്മൾ അവിടെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അങ്ങനെ അടിക്കുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും. എപ്പോഴും ആ ഒരു ആക്ഷൻ നമ്മൾ ചുമ്മാ ഇവിടെ നിന്നും കാണിച്ചു അന്നേരം പറഞ്ഞു നീ അത് പ്രാങ്കാ അവനെ പ്രാങ്കാക്കാൻ വേണ്ടി നീ വേറെ ഒന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇന്നെല്ലാം പക്കയായിരുന്നു കേട്ടോ. അതിനകത്തുള്ള മാനസികമായിട്ട്, കാരണം ഇവനിങ്ങനൊരു സംശയം ഇങ്ങനെ ഉണ്ട്. ആരോടെ മിണ്ടിയാലും സംശയമാണ്. എനിക്ക് പേടിയാണ് ആരോടെങ്കിലും മിണ്ടാനും. അങ്ങനെ ഒരു സൈക്കോ ക്യാരക്ടർ ഇവനുണ്ട്. കാരണം ഇടിക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ കുറേയൊക്കെ വിട്ട് പോകുന്നുണ്ട്. ദേഹ ഉപദ്രവവും ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു. ഇവന് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ദേഷ്യം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകും. നമ്മളെടുത്ത് കിട്ടുന്ന സാധനം നമ്മൾ ദേഹത്തോട്ട് എറിയും. ഇടിക്കുകയൊക്കെ ഭയങ്കര ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷവും വന്നിട്ട് ഇതുപോലെ തന്നെ ടോർച്ചറിങ്ങും ഓരോ ആൾക്കാർ വർക്കിന് പോകുന്ന അവരെ വെച്ചിട്ട് എന്നെ കൂട്ടി പറയാൻ തുടങ്ങും. അതായത് ഒരാളെ പറഞ്ഞോ ചേട്ടാ, 2 പേരെ പറഞ്ഞോ, എന്നാലും നമുക്ക് വിഷമിച്ച് പറഞ്ഞു മനസ്സിലാക്കാം. ഇത് ഇപ്പോൾ ചേട്ടനോട് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാം, ഫിറോസ് ഖാൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനാ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ നിന്ന് എന്നായിരിക്കും പറഞ്ഞിട്ട് അവിടെ നിന്ന് നീ അവനെന്തിനാ അങ്ങനെ നോക്കി, അവൻ നിന്നെ എന്തിനിങ്ങനെ നോക്കി, എനിക്കറിയത്തില്ല ചേട്ടാ. പിന്നെ ലാസ്റ്റ് അഭിനയിക്കുന്നിടത്ത് വരെ പുള്ളിക്കാരനെ ഞാൻ കൊണ്ടിരുത്തേണ്ട ഗതികേട് വന്നിട്ടുണ്ട്.